അപ്പൊ നമ്മൾ ഗിയറിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിയർ ലിവർ. ഉണ്ട്, ഗിയർ ലിവർ എപ്പോഴും കിടക്കുന്നത് 3നും 4നും ഇടയ്ക്കേ കിടക്കും. നമ്മൾ എപ്പോഴും ഗിയറിൽ ഇപ്പൊ ഗിയർ ഇട്ട് കൈ എടുത്താൽ അത് ഇവിടെ കിടക്കും. നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൈ എടുത്താലും ഇവിടെ കിടക്കും. അപ്പൊ എപ്പോഴും ഗിയർ ലിവർ കിടക്കുന്നത് 3നും 4നും ഇടയിലാണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ ഒരു ഡയഗ്രാം ഗിയർ ബോക്സിനകത്ത് ഇല്ല, പക്ഷെ നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി നമ്മളിത് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു വിരൽ കൊണ്ട് ഇതിന്റെ പുറത്ത് വയ്ക്കൂ, ഗിയർ ലിവറിന്റെ പുറത്ത്. യെസ്, അങ്ങനെ വെച്ചേക്കാം. തേർഡ് ഗിയർ ഇടൂ. കറക്റ്റ്. അപ്പൊ തേർഡ് ഗിയർ ആയി. ഇനി സെന്ററിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ. ഫോർത്ത് ഗിയർ ഇടൂ. ഓക്കെ, ന്യൂട്രൽ എന്ന്. അപ്പം ന്യൂട്രലാണ് എന്ന് അറിയുന്നത് എവിടെയെല്ലാം ഓരോ ഗിയർ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ന്യൂട്രലാണ്. മുൻപിലും പുറകിലും ഓരോ ഗിയർ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള എന്താണ്? ന്യൂട്രൽ. തേർഡ് ഗിയർ ഇടൂ. ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. തേർഡ് ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. പിടികിട്ടിയല്ലോ. അപ്പം ഒരു ഗിയർ ലിവർ ന്യൂട്രലാണോ ഗിയർ ആണോ എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപിലും പുറകിലും ഓരോ ഗിയർ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള എന്താണ്? അല്ലാതെ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? അല്ലാതെ ന്യൂട്രലാണെങ്കിൽ ഗിയർ ലിവറിനെ ഇടതുവശത്തോട്ടും അതുപോലെ വലതുവശത്തോട്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും ഷിഫ്റ്റ് ആകുമെങ്കിൽ അർത്ഥം എന്തെന്നാണ്? ന്യൂട്രലാണ്. കണ്ടോ, എപ്പോഴും നിൽക്കുന്ന സെന്ററാണ്. ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. മതി. സെന്ററിൽ കൊണ്ടുവരൂ. ഓക്കെ, വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. സെന്ററിൽ കൊണ്ടുവരൂ. ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്യൂ. നിൽക്കാതെ ഷിഫ്റ്റ് ചെയ്യൂ. ലെഫ്റ്റ് റൈറ്റ്. ഇങ്ങനെ നിർത്താതെ ഷിഫ്റ്റ് ചെയ്യൂ. കണ്ടോ, ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, മുട്ടിക്കാൻ കഴിയുമെങ്കിലും ഇടയ്ക്കുള്ള എന്താണ്? ന്യൂട്രലാണ്. തേർഡ് ഗിയർ ഇടൂ. ഇനി ഷിഫ്റ്റ് ചെയ്ത് നോക്കൂ. അല്ല, തേർഡ് ഗിയറിൽ ഇട്ടിട്ട് ഷിഫ്റ്റ് ചെയ്യൂ. കണ്ട, പറ്റുന്നില്ല. അപ്പൊ ഇതിനെ പറയുന്ന പ്ലേ എന്നാണ്. കറക്റ്റ് മെയിന്റനൻസ് ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിൽ കിടന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് അനുഭവപ്പെടും. അപ്പൊ അവിടെ നമ്മൾ ഉറപ്പാക്കുന്നത് കിടക്കുന്നത് പോലെ മുൻപിലോട്ടും അതുപോലെ പുറകിലോട്ടും ഓരോ ഗിയർ ഇട്ടാണ് നമ്മൾ ന്യൂട്രലാണ് എന്ന് ഉറപ്പാക്കുന്നത്. പിടികിട്ടിയല്ലോ. അപ്പോഴങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ എങ്ങനെ ഇടും? കറക്റ്റ്. ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ ഗിയർ ലിവറിനെ ഇടതുവശത്തോട് തള്ളി പിടിച്ചിട്ടാണ് മുമ്പോട്ടിടുന്നത്. അപ്പൊ നമ്മൾ തള്ളി പിടിച്ചില്ലെങ്കിൽ ഏത് ഗിയർ ആയി പോകും? തേർഡ് ഗിയർ ആയി പോകും. അപ്പൊ ഫസ്റ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ന്യൂട്രലാക്കും? അല്ല, ഫസ്റ്റിൽ നിന്ന് ന്യൂട്രലാക്കുമ്പോൾ ഗിയർ അല്ല, ഒന്നുകൂടെ ഫസ്റ്റ് ഗിയർ ഇടും. കണ്ട, ഗിയർ ലിവറിന് ഇത്രയും പ്ലേ കണ്ടല്ലോ. ഈ പ്ലേയിൽ നിന്ന് ശകലം അകത്തോട്ട് പിടിച്ചിട്ടാണ് സെന്ററിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ അല്ല, മിസ്റ്റേക്ക്. ഫസ്റ്റ് ഗിയർ ശകലം അകത്തോട്ട് പിടിച്ചിട്ട് അല്ല, ശകലം തന്നെ ഇങ്ങനെ ന്യൂട്രൽ മതി. ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ. ഫസ്റ്റ് അല്ല, ഇടത്തേക്ക് ന്യൂട്രൽ. സെക്കൻഡ് ന്യൂട്രൽ. തേർഡ് ന്യൂട്രൽ. സെക്കൻഡ് ന്യൂട്രൽ അല്ല, സെക്കൻഡ് ന്യൂട്രൽ ആകുമ്പോൾ ചേർത്ത് തേർഡ് ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. ഫസ്റ്റ് ന്യൂട്രൽ. സെക്കൻഡ് ന്യൂട്രൽ. തേർഡ് ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. അപ്പൊ എങ്ങനെ ഫിഫ്ത്ത് ഗിയർ ഇടും? ഓക്കെ, ന്യൂട്രൽ. വെരി ഗുഡ്. എങ്ങനെ റിവേഴ്സ് ഇടും? ഓക്കെ, എങ്ങനെ ന്യൂട്രൽ ആക്കും? വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ഡയഗ്രാം ഗിയർ ബോക്സിനകത്ത് ഇല്ല. പക്ഷെ ഗിയർ ലിവറിന്റെ നോബിൽ ഈ ഇതുപോലത്തെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കൈമാറ്റും. അപ്പൊ നമ്മൾ ഗിയർ ലിവറിൽ എപ്പോഴും കൈ പിടിക്കുന്നത് ഈ കൈയുടെ ഇങ്ങനെയാണ്. ആ ഗിയർ ലിവർ കൈയുടെ ഉള്ളം കൈക്ക് വേണം. എന്നിട്ട് ബാക്കിയുള്ള വിരലുകൾ കൊണ്ട് കവർ ചെയ്താണ് പിടിക്കുന്നത് ഇങ്ങനെ. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെ പഠിപ്പിക്കാത്ത, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഗിയർ ലിവറിൽ കൈ ഇങ്ങനെ കമിഴ്ത്തി പിടിക്കൂ. ഓക്കെ, തേർഡ് ഗിയർ ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. സെക്കൻഡ് ന്യൂട്രൽ. തേർഡ് ന്യൂട്രൽ. ഫോർത്ത് ന്യൂട്രൽ. ഫസ്റ്റ് ന്യൂട്രൽ. ഇത്രയേ ഉള്ളൂ. പിടികിട്ടിയ? കൈമാറ്റൂ. അപ്പം നമുക്കറിയാം തേർഡിന്ന് ഫോർത്ത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തേർഡ്. പക്ഷെ നമ്മൾ വരുമ്പോൾ ഈ ഗിയർ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ കണ്ട സൈഡിൽ തട്ടും. അതുപോലെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കറക്റ്റായി. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പിച്ച് കഴിഞ്ഞാൽ ഗിയർ വീഴില്ല. അപ്പൊ ഫോർത്തിൽ നമുക്ക് റിവേഴ്സ് ഇടാം. സ്ട്രൈറ്റ് ആയിട്ട് അങ്ങേ അറ്റത്ത് കൊണ്ട് മുട്ടിച്ചാൽ മാത്രമേ ഏത് വീഴുള്ളൂ?
പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗിയർ വീഴില്ല. ഇവിടെ കിട്ടിയല്ലോ. അപ്പം നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിരുന്ന് ഗിയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുമ്പം ഇന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളെല്ലാം മനസ്സിനകത്ത് ഓർമ്മ വരും. ഓക്കെ, ശരി.